ഒരു കഥ എടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇറ്റ്സ് നോട്ട് ദ മെയിൻ ക്യാരക്ടർ. ഞാൻ എന്നെ മെയിൻ ക്യാരക്ടർ ആക്കും. ASI വിദ്യ ചെയ്യുമ്പോൾ അതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ബിജുചേട്ടനും ജോയിച്ചേട്ടനും അവരുടെ പേഴ്സ്പെക്റ്റീവിലാണല്ലോ മൊത്തം കഥ. അപ്പോൾ ഞാൻ ഒരു കഥ എടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇറ്റ്സ് നോട്ട് ദ മെയിൻ ക്യാരക്ടർ. ഞാൻ എന്നെ മെയിൻ ക്യാരക്ടർ ആക്കും. അതായത് ASI വിദ്യയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ കഥ മൊത്തം വായിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന സീൻസൊക്കെ ASI വിദ്യ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്, അവൾക്ക് എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക, ഈ ഓരോ ക്യാരക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസിലൊക്കെ അതൊക്കെ എൻ്റെ അതായത് ASI വിദ്യയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ കാണും. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് ദിസ് ഫെൽറ്റ് ലൈക്ക് ഹെർ എന്ന് തോന്നും. അങ്ങനത്തെ വളരെ ബ്രീഫൊക്കെ ആയിട്ടായിരിക്കും. ചില സമയത്ത് നമ്മൾ വളരെ മെക്കാനിക്കലായിട്ട് തോന്നും. ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് വരില്ല എന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ, ദിവസവും നമ്മൾ ഇതിന് വേണ്ടി വരാം. ആൻഡ് ഫോർ ഈ ഷൂട്ടിനാണെങ്കിൽ നൈറ്റ് ഷൂട്ടും കൂടിയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോക്കസ് ചെയ്ത് നമ്മൾ ആ ക്യാരക്ടർ തന്നെ പിടിച്ച് ചെയ്യുക. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഓഫായിട്ട് നമുക്ക് തന്നെ തോന്നും. പിന്നെ നമ്മളെങ്കിലും പിടിച്ച് കയറി അതിലേക്ക് വീണ്ടും വീഴാൻ നോക്കും. അത് അങ്ങനെ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ട്. ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്.